വിശ്വാസികളെയും രാഷ്ട്രീയ കേരളത്തെയും ആകെ ഞെട്ടിച്ച ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണക്കൊള്ള കേസ് പുതിയൊരു വഴിത്തിരിവിലാണ്. ഇപ്പോൾ അറസ്റ്റിലായത് ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവരാണ്. അറസ്റ്റിലായ തന്ത്രി റിമാൻഡിലുമായി. ക്ഷേത്ര ആചാരങ്ങൾ അനുസരിച്ച് തന്ത്രി എന്നാൽ ഭഗവാന്റെ അച്ഛന്റെ സ്ഥാനത്താണ്, പിതൃസ്ഥാനീയനാണ്. പിതൃസ്ഥാനീയനായ തന്ത്രി ശബരിമലയിൽ നിന്നും സ്വർണം കടത്തുന്നതിന് കൂട്ടുനിന്നു, മൗനാനുവാദം കൊടുത്തു, പങ്കുപറ്റി. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രിയാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രിയാണെന്ന് പത്മകുമാറും SITയോട് മൊഴി കൊടുത്തിട്ടുണ്ട്. താന്ത്രിക വിധികളൊന്നും പാലിക്കാതെ കട്ടിള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് തന്ത്രിയാണെന്ന് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. ആചാരലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എന്നും ഭഗവാന്റെ അനുജ്ഞ വാങ്ങാതെയാണ് കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറ്റം ചെയ്തതെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. പോറ്റിയും തന്ത്രിയും തമ്മിൽ 20 വർഷത്തിലധികമായി ബന്ധമുണ്ട് എന്നും സ്വർണ്ണക്കൊള്ള തന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്നും SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് ഭരണപക്ഷത്തിന് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. എന്നാലും കേരളം പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ അറസ്റ്റുകൾ ഉടൻ സംഭവിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. മുൻ ദേവസ്വം മന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ്, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ സ്വർണ്ണക്കവർച്ച നടന്നത് എന്ന് തന്നെ ജനം വിശ്വസിക്കുന്നു. ഈ സ്വർണ്ണപ്പാളികൾ വിദേശത്തേക്ക് കടന്നു എന്നും നയതന്ത്ര കടത്തുമായി ഇതിന് ബന്ധമുണ്ട് എന്നും അതിനാൽ തന്നെ അത്തരത്തിലുള്ള അറസ്റ്റുകളും ഉടൻ സംഭവിക്കും എന്നും കേരളം ഉറ്റുനോക്കുന്നു. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയതാണ്. ഭക്തജനങ്ങളുടെ വിശ്വാസത്തിൽ മുറിവേൽപ്പിച്ചതാണ്. കടത്തിയ സ്വർണത്തിന് സ്വർണത്തിൻ്റെതായ വിലയല്ല, വിശ്വാസത്തിൻ്റെതായ വില കൂടിയുണ്ട്, പൗരാണികതയുടെ വിലയുണ്ട്. സ്വർണത്തിന്റെ യഥാർത്ഥ വിലയല്ല ഇതിൽ കണക്കാക്കപ്പെടുക. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയ ഗോതയിൽ വെല്ലുവിളിക്കുമ്പോൾ ഭക്തജനങ്ങളുടെ മനസ്സിൽ അതുണ്ടാക്കിയ ആഘാതം ചില്ലറയല്ല. ശബരിമലയിൽ നിന്ന് കടത്തിയ ഓരോ തരി സ്വർണവും അവിടെ തിരിച്ചെത്തിച്ചേ മതിയാകൂ. ഭക്തജനങ്ങൾ ഹൃദയം നിറഞ്ഞു നൽകിയതാണ് ആ സ്വർണം. അവിടുത്തെ കാണിക്ക